വളരെ വളരെ സന്തോഷമുണ്ട്. ഇന്ന് മുതൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് നടക്കുന്നു. ഉപവാസം എന്ന വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, ദൈവത്തോടു കൂടെ വസിക്കുക. അതിൻ്റെ അർത്ഥം ഒരു കാലത്ത് എല്ലാവരും തെറ്റിദ്ധരിച്ചിരുന്നത് 3 നേരവും ഭക്ഷണം കഴിക്കാതെ ഇരിക്കുന്നതാണ് ഉപവാസം. അല്ല, ദൈവത്തിൻ്റെ കൂടെ വസിക്കുന്നതാണ് ഉപവാസം. അതിൻ്റെ അർത്ഥം മരുന്ന് കഴിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളുള്ളവരുണ്ട്, പല ബദ്ധപ്പാടുകളുള്ളവരുണ്ട്. അവരൊക്കെ ഇങ്ങനെ ഓർക്കും, ഞങ്ങൾക്ക് ഉപവാസം എടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് ചർച്ചിൽ വരുന്നില്ല. അങ്ങനെ തെറ്റിദ്ധരിക്കരുത്. നിങ്ങൾക്ക് ഈ ഉപവാസ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ കഴിയും. ദൈവത്തിൻ്റെ കൂടെ സമയം ചെലവഴിക്കുക. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വരുന്നത് രാവിലെ 10:30 മുതൽ ഒരു 2 മണി വരെയുള്ള സമയമായിരിക്കും. അത് കഴിഞ്ഞാലും നിങ്ങൾക്ക് വീട്ടിൽ സമയം ദൈവത്തോടുകൂടെ ചെലവഴിക്കാം. അതിന് ഭക്ഷണം കഴിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാരപ്പെടേണ്ട. എന്നാൽ ഭക്ഷണം മാറ്റിവെച്ച് ഇരിക്കുന്നത് അതൊരു ഏകാഗ്രമായ ഒരു തീരുമാനശേഷിയോടുകൂടി പലരും ചെയ്യുന്ന കാര്യമാണ്. അതിന് അതിൻ്റേതായ ഒരു അനുഗ്രഹവും പ്രതിഫലവും നിശ്ചയമായിട്ടുമുണ്ട്. മിക്കവാറും ഞാൻ കണ്ടിട്ടുണ്ട്, ഉപവസിച്ച് പ്രാർത്ഥിക്കുന്ന പലരും, അങ്ങനെ ചെയ്ത പലരും വളരെ വളരെ ആത്മീക ഉയരങ്ങളിലേക്ക് കയറിപ്പോയത് കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഉപവാസ പ്രാർത്ഥനയിൽ അതുപോലെ അവരൊരു ഉപവസിക്കുന്ന കൂട്ടത്തിൽ ഉപവസിക്കുന്ന കാര്യമല്ല, വ്യക്തിപരമായി എടുക്കുന്ന ഒരു അചഞ്ചലമായ തീരുമാനങ്ങൾ അത് അവരെ ഉയരങ്ങളിൽ എത്തിച്ചിട്ടുണ്ട്. നിങ്ങളും കർത്താവും തമ്മിൽ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ കർത്താവ് ആരോടും പറഞ്ഞു കൊടുക്കാത്ത, ആർക്കും വെളിപ്പെടുത്താത്ത അഗോചരമായ കാര്യങ്ങൾ കർത്താവ് വെളിപ്പെടുത്തും. ദൈവം അബ്രഹാമിനോട് പറയാതെ ഒന്നും ചെയ്യില്ല എന്നൊക്കെ ബൈബിളിൽ വായിക്കുന്നുണ്ട്. ദൈവം തൻ്റെ പ്രവാചകന്മാർക്കെല്ലാം വെളിപ്പെടുത്തും, അങ്ങനെയും നമ്മൾ വായിക്കുന്നു. അപ്പോൾ ദൈവവുമായിട്ട് ബന്ധമുള്ളവർക്ക് ദൈവം എല്ലാം വെളിപ്പെടുത്തും. വരുവാൻ പോകുന്നത്, ഇനി എന്ത് അടുത്ത സ്റ്റെപ്പ് വെക്കണം, ഇതെല്ലാം ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരോട് പറഞ്ഞു. നോഹയോട് ദൈവം പറഞ്ഞു, ഞാൻ ഭൂമിയിൽ മഴ പെയ്യിക്കാൻ പോകുന്നു. അതിനു മുമ്പ് മഴയില്ലായിരുന്നു. ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങി ഭൂമിയെ നനച്ചിരുന്ന കാലം. അപ്പം ഇതുപോലെ അസാധാരണമായ ദൈവിക ഇടപെടലുകളൊക്കെ ഉണ്ടാകുന്നത്, എൻകൗണ്ടറുകൾ ഉണ്ടാകുന്നത് ഉപവാസ പ്രാർത്ഥനകളിലാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് ഈ മാർച്ച് മാസത്തിലെ ഉപവാസ പ്രാർത്ഥന അസാധാരണമായ ദൈവിക ഇടപെടലിൻ്റെ ഒരു പ്രാർത്ഥനയായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് ഒരുമിച്ച് വിശ്വസിക്കാം, നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടി യേശുവിനെ ആരാധിക്കാം. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. യേശു ഇമ്പമുള്ള നാമമേ, എന്നാവതിൽ എന്നും ഒരു ഗാനമായി. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. സ്വർഗയിടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ. യേശു വിടുതൽ നൽകും നാമമേ, യേശു സൗഖ്യം നൽകും നാമമേ, യേശു
വഹിക്കും നാമമേ യേശു, ജീവനേകും നാമമേ യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. യേശു ഉന്നതമാം നാമമേ യേശു, വിജയമേകും നാമമേ യേശു, ശക്തി നൽകും നാമമേ യേശു, ഞാൻ വഹിക്കും നാമമേ യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. സ്വർഗ ഇടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ, സ്വർഗ ഇടങ്ങളിലും ഭൂതലങ്ങളിലും വേറെ നാമമില്ല രക്ഷയേകിടുവാൻ, യേശു എന്ന നാമത്താൽ മല നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ കോട്ട തകർന്നിടുമേ, യേശു എന്ന നാമത്താൽ ഇരുൾ നീങ്ങിപ്പോകുമേ, യേശു എന്ന നാമത്താൽ സാത്താൻ തകർന്നിടുമേ. യോഹന്നാന്റെ സുവിശേഷത്തിലെ 19-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ടാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അതെങ്ങനെയാണ്? 30-ാം വാക്യം, യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവർത്തിയായി എന്ന് പറഞ്ഞു തല ചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ മരിച്ചു എന്നല്ല എഴുതിയിരിക്കുന്ന, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. വാസ്തവത്തിൽ മരണം അങ്ങനെയാണ്. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ദൈവത്തിൻ്റെ കൈകളിലേക്ക് നമ്മുടെ ആത്മാവിനെ കൊടുക്കുന്നതാണ് വാസ്തവത്തിൽ മരണം. ആന ചത്തു കഴിഞ്ഞാൽ ചരിഞ്ഞു എന്നേ പറയൂ. കാരണം ആനക്ക് വലിയ വലിപ്പമുള്ളത് കൊണ്ട്. നാടുവാഴിയാണെങ്കിലോ നാട് നീങ്ങി, തിരുമേനിയാണെങ്കിലോ കാലം ചെയ്തു. അപ്പോൾ ഓരോരോ രാജാവ് നാട് നീങ്ങി, ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. പട്ടിയാണെങ്കിൽ ചത്തു. എന്നാൽ വിശ്വാസികൾ നിദ്ര പ്രാപിച്ചു എന്നൊരു വാക്ക് അവിടെ നമുക്ക് കാണാം. യേശു പറയുന്നു ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു എന്ന്. അതായത് മരണത്തിന് അപ്പുറത്തേക്ക് ഒരു ജീവിതം ആരംഭിക്കുകയാണ്. യേശു ഈ ഭൂമിയോടെ തീരുന്നു, എന്നാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് വരുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ്. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക. ഈ ഭൂമിയിൽ വന്ന ഒരു അവതാരമായിട്ട് ആ രൂപമെടുത്തതാണ് യേശു. എന്നാൽ ആരായിരുന്നു യേശു? ക്രിസ്തു ആയിരുന്നു. എന്നാൽ യേശുവിനെ ക്രിസ്തുവായി ആരും ശരീരത്തിൽ വന്നതുകൊണ്ട് യഹൂദന്മാർ അംഗീകരിച്ചില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. എന്നാൽ അവനെ കൈക്കൊണ്ടവർക്ക് ദൈവമക്കളാകാൻ കഴിയും. യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ യേശു തൻ്റെ ആത്മാവിനെ പിതാവിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. ദൈവത്തിൻ്റെ കയ്യിൽ നമ്മുടെ ആത്മാവ് ഭദ്രമായിരിക്കും. നമ്മുടെ ജീവിതം, നമ്മുടെ നാളുകൾ ദൈവത്തിൻ്റെ കയ്യിൽ എപ്പോഴും ഭദ്രമായിരിക്കും. ഇവിടെ അതാണ് നമ്മൾ കണ്ടത്. ദൈവത്തിൻ്റെ കയ്യിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തു. അതിനു മുമ്പ് നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞു. ടെറ്റലസ്റ്റായി, സകല കടവും തീർത്തു. ന്യായപ്രമാണത്തിന് കൊടുക്കാനുള്ള കടം, പിശാചിന് ഒരു കടവും കൊടുക്കാനില്ല. യേശു ക്രൂശിൽ മരിച്ചതോടുകൂടി പിശാചിൻ്റെ കടം വീട്ടാൻ വേണ്ടിയല്ല യേശു ജീവനെ കൊടുത്തത്.
ന്യായപ്രമാണം പറയുന്നു, മരത്തിൽ തൂങ്ങുന്ന ഏവനും ശപിക്കപ്പെട്ടവൻ. അതുകൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി എന്ന് ഗലാത്യർ 3:13 പറയുന്നു. അപ്പം യേശു നമുക്ക് വേണ്ടി ശാപമായി, യേശു നമുക്ക് വേണ്ടി രോഗം ശീലിച്ചവനായി, യേശു നമുക്ക് വേണ്ടി അടികളെ കൊണ്ടു, അവൻ്റെ അടിപ്പിണരാൽ സൗഖ്യം വന്നിരിക്കുന്നു. യേശു നമുക്ക് വേണ്ടി ദരിദ്രനായി, അവൻ്റെ ദാരിദ്ര്യത്താൽ നമ്മൾ സമ്പന്നരാകേണ്ടത്. ഇതെല്ലാം ചെയ്ത് തീർത്ത ശേഷം യേശു ക്രൂശിൽ വിളിച്ചു പറഞ്ഞു, നിവർത്തിയായി. ക്രൂശിലെ 7 മൊഴികൾ എന്ന ഒരു സന്ദേശങ്ങളും പഠനങ്ങളൊക്കെ ഉണ്ട്. 7 കാര്യമാണ് യേശു പറഞ്ഞത്. 7 അർത്ഥസമ്പൂർണമായതും നിവർത്തീകരണമുള്ളതുമായിരുന്നു. ഇതാ യേശു നിവർത്തിയായി എന്ന് വിളിച്ചു പറഞ്ഞു. ഈ വേദനകളുടെ നടുവിലും, ഈ അസാധാരണമായ സങ്കടങ്ങളുടെ നടുവിലും, നിന്ദകളുടെ നടുവിലും വേല തികയ്ക്കാൻ വേണ്ടി ബന്ധപ്പെടുന്ന ഒരു കർത്താവിനെ കാണാം. പ്രവചനങ്ങളെ നിവർത്തിയാക്കാൻ ബന്ധപ്പെടുന്ന കർത്താവ്. എന്നോടും നിങ്ങളോടും കർത്താവ് പറഞ്ഞ പ്രവചനങ്ങളെ അത് പൂർത്തിയാക്കാനായിട്ട് നാം ബന്ധപ്പെടണം. അതിനുവേണ്ടി നാം കർത്താവിൻ്റെ സന്നിധിയിൽ ഇരിക്കണം. ഉറച്ച നിലവിളിയും കണ്ണുനീരോടുകൂടി പ്രാർത്ഥിക്കണം. നമ്മോട് എന്തെല്ലാം വാഗ്ദത്തങ്ങളുണ്ട്. നമ്മുടെ വീട് ഉയരുമെന്നും, നമുക്ക് വിദേശയാത്രകളുണ്ടെന്നും, നമ്മുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടുമെന്നും, ഇങ്ങനെയുള്ള പ്രവചനങ്ങളെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഒരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. സമയത്ത് നടന്നില്ലെങ്കിൽ ദൈവത്തിനും കുറ്റം, ആ പ്രവാചകനും കുറ്റം. ഇങ്ങനെ ചെയ്യാതെ പ്രവചന നിവർത്തിയാകാൻ വേണ്ടി നാം വളരെയധികം പ്രാർത്ഥിക്കണം, എന്നിട്ട് നിവർത്തിയാക്കണം. അതുകൊണ്ടാണ് യേശു ആ പ്രവചനത്തിന് നിവർത്തി വരാൻ വേണ്ടി എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. വീഞ്ഞു കുടിക്കാനുള്ള കൊതി കൊണ്ടൊന്നുമല്ല, എനിക്ക് ദാഹിക്കുന്നു. വീഞ്ഞു കൊടുത്തപ്പോഴോ യേശു കുടിച്ചില്ലെന്നും ഒരു ഭാഗത്ത് എഴുതിയിരിക്കുന്നു. ഒരു പ്രവചന നിവർത്തിയാകാൻ ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നതെല്ലാം പൂർത്തിയാകണം. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചത് നിവർത്തിയാകണം. ഈ വർഷം പേരിട്ടിരിക്കുന്നത് വാഗ്ദത്ത നിവർത്തീകരണത്തിൻ്റെ വർഷമെന്നാണ്. എല്ലാ വാഗ്ദത്തങ്ങളും നിവർത്തിയാകണം. ഈ മാർച്ച് മാസം അത് നിവർത്തിയാകണം. അടുത്ത മാസങ്ങളിൽ അത് നിവർത്തിയാകണം. ഓരോന്നോരോന്നായി വേഗം 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 നിവർത്തിയാകണം. നമ്മോട് ദൈവം പറഞ്ഞതെല്ലാം പൂർത്തിയാകണം. വെറും 3.5 വർഷം കൊണ്ട് ആയിരക്കണക്കിന് പ്രവചനങ്ങളെ നിവർത്തീകരിക്കാൻ യേശു കർത്താവിന് കഴിഞ്ഞു. ഇതുപോലെ നിസ്സാര നാളുകൾ കൊണ്ട് ദൈവത്തിൻ്റെ അനേക പ്രവചനങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിവർത്തിയാക്കാൻ ദൈവത്തിൻ്റെ ഒരു ഉപകരണമായിട്ട് നാം നിലകൊള്ളണം. എന്നിട്ട് ഏറ്റൊടുവിൽ നിവർത്തിയായി എന്ന് വിളിച്ചു പറയാൻ നമുക്കും കഴിയണം. എന്നോട് കർത്താവ് പറഞ്ഞത് നിവർത്തിയായി. എന്നോട് 1998 പറഞ്ഞത് നിവർത്തിയായി, 2000 പറഞ്ഞത് നിവർത്തിയായി, 2015 പറഞ്ഞത് നിവർത്തിയായി, 2024 വരെ പറഞ്ഞത് ഇതാ നിവർത്തിയായെന്ന് പറയത്തക്ക രീതിയിൽ നമുക്ക് ദൈവത്തെ കടന്നൊന്ന് വിശ്വസിക്കുവാൻ ഇടയാകണം. തിരുവഴുത്തിന് നിവർത്തി വരേണ്ടതിന് ആ നാശയോഗ്യൻ ഒഴികെ എന്നൊക്കെ യേശു പറയുന്ന ഭാഗമുണ്ട്. അവൻ ജനിക്കാതിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത് തിരുവഴുത്തിന് നിവർത്തി വരത്തക്ക രീതിയിലാണ് മനുഷ്യപുത്രൻ പോകുന്നത്. എന്നാൽ അവൻ ജനിക്കാതിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നും യേശു കർത്താവ് പറയുന്നുണ്ട്. നാശയോഗ്യൻ, അവൻ ജനിച്ചത് അതിനാണ്. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുക്കുന്ന ഒരു ദുഷ്ടനായി അവൻ മാറും. ഇതെല്ലാം പ്രവചന നിവർത്തികളാണ്. അതെല്ലാം യേശുവിൻ്റെ ജീവിതത്തിൽ അക്ഷരം പ്രതി സംഭവിക്കുമ്പോൾ ശിഷ്യന്മാരെ യേശു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ ശേഷം പല കാര്യങ്ങളും മനസ്സിലാക്കിയെന്നാണ്. അതിനു മുമ്പ് അവർക്കൊന്നും മനസ്സിലായില്ല. യേശുവിൻ്റെ തീഷ്ണത, ദേവാലയത്തിൽ ചെന്ന് വിൽക്കുന്നവരെ വാങ്ങുന്നവരെയൊക്കെ പുറത്താക്കി ആ നാണയങ്ങളെല്ലാം അതിൻ്റെ മേശകളെല്ലാം മറിച്ചിട്ടതും, ഇതെല്ലാം എന്തിനിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ തിരുവഴുത്തിന് നിവർത്തി വരേണ്ടത്. എല്ലാ നിവർത്തീകരണങ്ങളും നടക്കും.
അതിനുവേണ്ടി യേശു തീഷ്ണതയുള്ളവനാണ്. നമ്മോട് ദൈവം പറഞ്ഞ ആലോചനകൾ നടക്കാൻ തീഷ്ണതയോടെ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഉപവസിക്കുന്ന എത്ര പേരുണ്ട്? നിങ്ങളോട് എന്നോടും പറഞ്ഞ പ്രവചനങ്ങൾ നടക്കാൻ വേണ്ടി ആ പ്രവചനങ്ങളെല്ലാം എഴുതി വെച്ച് അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവത്തിൻ്റെ വഴിയിൽ തീഷ്ണതയോടെ നടക്കുകയും ചെയ്യണം. മുമ്പേ അവൻ്റെ രാജ്യവും നീതിയെ അന്വേഷിക്കുമ്പോൾ അതിൻ്റെ ഒപ്പം ഇതെല്ലാം നടക്കും. വെറുതെ എഴുതി വെച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം പോരാ, കർത്താവിന് വേണ്ടി തീഷ്ണതയോടെ യേശു കർത്താവിനെ പോലെ നിൽക്കണം. നമ്മുടെ ജീവിതത്തിൽ നിറവേറേണ്ടതെല്ലാം അത് നിറവേറും. യേശുവിൻ്റെ ജീവിതം നോക്കിയേ, വെറും ഒരു ആശാരി പണിക്കാരനായി, യാതൊരു അന്നത്തെ ടെക്നോളജിയും ഇല്ലാതെ ഒരു സാധാരണ മനുഷ്യനായി ജീവിച്ചിട്ടും ഗമാലിയലിനെ ആരും അറിയുന്നില്ലെങ്കിലും യേശുവിനെ എല്ലാവരും അറിയും. ഗമാലിയൽ ആ കാലഘട്ടത്തിലെ വേദപണ്ഡിതനാണ്. ഗമാലിയലിൻ്റെ പാദപീഠത്തിൽ ഇരുന്ന് വേദവചനം പഠിച്ചിട്ട് ശൗല് ദുഷ്ടനായിട്ടാണ് മാറിയത്, കൊല്ലുന്നവനായിട്ടാണ് മാറിയത്. ന്യായപ്രമാണത്തിൻ്റെ അക്ഷരമാണ് ഗമാലിയൽ പഠിപ്പിച്ചത്. എന്നാൽ യേശു കർത്താവ് ന്യായപ്രമാണത്തിലെ ആത്മാവിലായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അപ്പോൾ ഇതെല്ലാം കർത്താവിൽ ആശ്രയിക്കുന്നവർക്കും ഇതേപോലെ സക്സസ് ആകാൻ കഴിയും. ഗമാലിയൽ ഒരു പരാജയമായിരുന്നു, മഹാപുരോഹിതന്മാർ ഒരു പരാജയമായിരുന്നു, പരീശന്മാർ ശാസ്ത്രിമാരും അവർ നെറ്റിമേലും അവരുടെ വസ്ത്രത്തിൻ്റെ ഓരോ ഭാഗത്തും വാക്യങ്ങൾ എഴുതി പിടിപ്പിച്ച് നടന്നവരാണ്. ക്രിസ്തു എവിടെ ജനിക്കുമെന്ന് വരെ അവർക്കറിയാം. എന്നാൽ ക്രിസ്തു തൊട്ട് മുമ്പിൽ നിന്നിട്ട് മനസ്സിലാക്കാൻ അവർക്ക് കഴിയാതെ പോയി. എന്നാൽ യേശു കർത്താവിനെ നോക്കിയേ, അവരെല്ലാം യേശുവിനെ അറിയാം. വെള്ളയടിച്ച കുഴിമാടമേ എന്ന് കർത്താവ് അവരെ വിളിച്ചു. അവരാരാണെന്ന് പറഞ്ഞു. അവരുടെ അവസ്ഥയെ യേശു സ്കാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മത നേതാക്കൾ ആരാണെന്ന് യേശു വിശദീകരിക്കുന്ന പല ഭാഗമുണ്ട്. അയ്യോ നിങ്ങൾക്ക് കഷ്ടം. യെരുശലേമിനെ കുറിച്ച് യേശു കരഞ്ഞു. യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ കാക്കുന്നത് പോലെ കാക്കാൻ എനിക്ക് പലവട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനങ്ങൾ ശൂന്യമായി പോകും. കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ എന്നെ കാണുകയില്ല. ഈ പറഞ്ഞ പ്രവചനങ്ങളെല്ലാം നിവൃത്തിയായി. വചനം മാത്രമല്ല നിവൃത്തിയായത്, യേശു കർത്താവ് പറഞ്ഞ പ്രവചനങ്ങൾ നിവൃത്തിയായി. കർത്താവെ, എന്ത് നല്ല ഒരു ദേവാലയം, എത്ര നല്ല പണി എന്ന് പറഞ്ഞപ്പോൾ ഉടഞ്ഞു പോകാതെ കല്ലിന്മേൽ കല്ല് ശേഷിക്കില്ലെന്ന് പറഞ്ഞു. AD 70 ആയിരിക്കണം ആ ദേവാലയം തകർക്കപ്പെട്ടു. എത്ര ഭംഗി എന്ന് പറഞ്ഞത് പിന്നെ അവിടെ ഇല്ല. അവർ പറയുന്നു 46 സംവത്സരം കൊണ്ട് പണിതതാണ്. കർത്താവിന് ഇതൊന്നും ഒരു വിഷയമല്ല. ദേവാലയത്തേക്കാൾ വലിയവനാണ് ഞാനെന്ന് യേശു പറഞ്ഞു. എന്നിട്ട് നമ്മോട് പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇനി കാണത്തക്ക രീതിയിലുള്ള വലിയ കെട്ടിടമായ മന്ദിരത്തിന് യാതൊരു പ്രസക്തിയില്ല എന്ന വാക്കിൽ തന്നെ കർത്താവ് പറഞ്ഞു. എന്നിട്ട് യേശു തൻ്റെ മന്ദിരം ശരീരത്തെ കാണിച്ച്, ഈ മന്ദിരം പൊളിപ്പിൻ, 3 ദിവസം കൊണ്ട് പണിയും. യേശു പ്രവചനം നിവർത്തിച്ചു. 2, താൻ പറഞ്ഞ പ്രവചനങ്ങൾ അതുപോലെ നടപ്പിലാക്കി, എല്ലാം നടപ്പിൽ വരുത്തി. അപ്പൊ യേശു ഒരു വലിയ പ്രവാചകൻ മാത്രമല്ല, യേശു അപ്പോസ്തലനാണ്, യേശു നല്ല ഇടയനാണ്, യേശു നല്ല ഉപദേഷ്ടാവാണ്, യേശു നല്ല സുവിശേഷകനാണ്. എഫേസ്യർ 4:11 പറയുന്ന എല്ലാം യേശുവിൽ കാണാം. അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കും. യേശുവിൽ നമുക്ക് പ്രതീക്ഷ വെക്കാം, യേശുവിൽ നമുക്ക് മുറുകെ പിടിക്കാം, യേശുവിനെ നമുക്ക് ആശ്രയിക്കാം. സകലതും നിവൃത്തിയായി എന്ന് യേശു പറഞ്ഞു. നിവൃത്തിയാക്കുന്നവനാണ്, നിവൃത്തിയാക്കിയവനാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ അവന് കഴിയും. അതുകൊണ്ട് ഫിലിപ്പി ലേഖനം 1:4 നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുയേശുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കും, എല്ലാം പൂർത്തിയാക്കും. പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുള്ളത് വേല പൂർത്തിയാക്കാൻ. യേശുവിൻ്റെ വരവിന് മുമ്പ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ദൈവസഭയ്ക്കുണ്ട്. നമുക്ക് കർത്താവിന് വേണ്ടി പൂർത്തീകരണങ്ങൾ കൊണ്ടുവരാം. യേശു അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഇന്നത്തെ ദിവ്യമായ ആലോചന
അങ്ങയുടെ വചനങ്ങൾ നിവർത്തിയാകുമെന്ന്, അങ്ങയുടെ പ്രവചനങ്ങൾ നിവർത്തിയാകുമെന്ന്, ഞങ്ങളോടുള്ള വ്യക്തമായ ആലോചനകളും വെളിപ്പാടുകളും നിവർത്തിയാകുമെന്ന് കേട്ട വചനങ്ങൾക്കായി സ്തോത്രം. ഞങ്ങളത് വിശ്വസിക്കും. ഞങ്ങളെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഞങ്ങളെക്കുറിച്ചുള്ള എല്ലാ പദ്ധതികളും അതിൻ്റെ സമയത്ത് ഭംഗിയാക്കി ചെയ്യുന്ന കർത്താവിൻ്റെ കയ്യിലേൽപ്പി. ഇത് കേൾക്കുന്ന എല്ലാവർക്കും കൃപയുണ്ടാകട്ടെ, ബലമുണ്ടാകട്ടെ, ശക്തി ഉണ്ടാകട്ടെ, സമൃദ്ധി ഉണ്ടാകട്ടെ, സന്തോഷമുണ്ടാകട്ടെ, സൗഖ്യമുണ്ടാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗക്കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ, സമാധാനം കൊണ്ട് നിറയട്ടെ, വീടുകൾ ഐശ്വര്യമുള്ളതാകട്ടെ, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസ പരീക്ഷ സീസണിൽ അത്ഭുത വിജയങ്ങൾ ഉണ്ടാകട്ടെ, സഭ ആർത്തു വളരട്ടെ. ഇന്ന് നടക്കുന്ന ഉപവാസ പ്രാർത്ഥന വലിയ അനുഗ്രഹമാകട്ടെ, യേശുവിൻ നാമത്തിൽ ആമേൻ. ഇന്നത്തെ ഉപവാസ പ്രാർത്ഥനയിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളും അറിയിക്കുക. കർത്താവിൻ്റെ കൃപ കൊണ്ട് നമുക്ക് നിറയാം. നാളെ ഇതേ സമയത്ത് കാണാം. ഗോഡ് ബ്ലെസ് യു.